ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നയനയുടെ മാതൃശ്ശേരി ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം. ലൈക്ക് അടിച്ചിട്ട് ഒരു ഹൈപ്പും കൂടി അടിച്ചിട്ട് നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണം. അപ്പൊ ഞാൻ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാണ്. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കും നമ്മുടെ നന്ദുവും നയനയും ആദർശം സംസാരിക്കണം. അപ്പൊ ആ കള്ളക്കടത്തിലുണ്ടായിരുന്ന അയാളെ കൊന്നു കേട്ടോ. അപ്പൊ കൊന്നിരിക്കുന്നത് വേറെ ഒന്നിനുമല്ല, സത്യങ്ങളൊക്കെ പുറത്തു വരാതിരിക്കാൻ വേണ്ടി തന്നെയാണ്. അപ്പൊ നന്ദു അന്വേഷണം തുടങ്ങി കഴിഞ്ഞു, സത്യങ്ങളൊക്കെ പുറത്തു വരുമെന്നും ഏകദേശം അയാൾ അടുത്തെത്താറായി. അവര് അല്ലെങ്കിൽ എല്ലാ സത്യങ്ങളും തുറന്നു പറയും എന്ന ആ ഒരു ഇതുകൊണ്ടാണ് അയാളെ കൊന്നു കളഞ്ഞത്. അപ്പൊ അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് ആദർശിന്റെ അടുത്തേക്ക് വന്നത്. ആദർശിനോട് പറയുന്നുണ്ട് സൂക്ഷിക്കണം, കാരണം നല്ല രീതിയിൽ തന്നെയാണ് അവരിപ്പം ബാക്കിൽ നിന്ന് കളിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ സൂക്ഷിക്കണം, സൂക്ഷിച്ചില്ലെങ്കിൽ നമുക്ക് തന്നെയാണ് പ്രശ്നം എന്ന് പറയുമ്പോൾ സൂക്ഷിക്കുകയൊക്കെ ചെയ്യാം, പക്ഷെ ഇതിൽ നിന്ന് പിന്മാറാനൊന്നും എനിക്ക് പറ്റത്തില്ല. നന്ദു എടുത്ത് ഈ കേസുണ്ടല്ലോ, ആ കേസിൽ നിന്ന് നന്ദു പിന്മാറുമോ, അയാൾ മരിച്ചെന്നും പറഞ്ഞുകൊണ്ടും നന്ദു കേസിൽ നിന്ന് പിന്മാറുമോ? അങ്ങനെ പിന്മാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഭീരുത്വമായിട്ടല്ലേ അവര് കരുതത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെ പിന്മാറാനൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പം നയന പറയാ, നിങ്ങൾ രണ്ടും കൂടെ ഇങ്ങനെ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് അതൊന്നും കുഴപ്പമില്ല, പക്ഷേ അതെ ആ മാളവികേനെ സൂക്ഷിക്കേണ്ടതാ. മാളവികയുടെ കാര്യം അറിയാലോ, അവള് നമ്മുടെ കൂടെ നിന്ന് ചാരപ്രവർത്തനം ചെയ്യുന്നതാ. അതെങ്ങാണോ അവർ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പെങ്കൊച്ചിന്റെ ജീവിതവും കൂടെ ഭീഷണിയല്ലേ, ആപത്തല്ലേ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആദർശ് പറഞ്ഞു അതൊക്കെ ശരിയാണ്, പക്ഷെ അവളോട് ഞാൻ വളരെയധികം തന്ത്രപൂർവ്വം നിൽക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. കൂടിക്കാഴ്ചയൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. ഫോണിൽ കൂടിയുള്ള വിളികളൊന്നും വേണ്ട, പിന്നെ പ്രത്യേകിച്ച് ഒരു സിമ്മൊക്കെ എടുത്തിട്ടുണ്ടല്ലോ, അതിലുള്ള ഫോൺ വിളിയും കോൾസ് ഒക്കെ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവൾ സൂക്ഷിച്ച കാര്യങ്ങളൊക്കെ ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ നന്ദുവും പറഞ്ഞു അതെ എല്ലാം സൂക്ഷിച്ചു വേണം ആദർശേട്ടാ, എടുത്തു ചാടി പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ നിൽക്കരുത്. അറിയാലോ അഭീനെ അവര് അങ്ങോട്ടേക്ക് വലിച്ചുകൊണ്ടിരിക്കുക ഇപ്പം. പിന്നെ എന്റെ ചേച്ചിയുടെ കാര്യം അറിയാലോ, AM ജ്വല്ലറിയുടെ സ്വന്തം ആളായി. ഇതൊക്കെ ചെയ്യുന്നത് അവര് വേറെ എന്തോ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ്. അതെന്താണെന്ന് നമുക്ക് കണ്ടുപിടിച്ചേ പറ്റത്തുള്ളൂ. ഈ ജ്വല്ലറികൾ തമ്മിലുള്ള മത്സരം മാത്രമല്ല, ഇതിന് പിന്നിൽ വേറെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. വലിയൊരു മാഫിയ ഉണ്ടെന്ന് തന്നെ എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ അത്രയ്ക്ക് ശ്രദ്ധാപൂർവ്വം വേണം കൊണ്ടുപോകാനെന്നൊക്കെ നന്ദു പറഞ്ഞു. എന്നിട്ട് നമ്മുടെ ആദർശ് പറഞ്ഞു എന്നാ പിന്നെ നന്ദു വിട്ടോ, ഞങ്ങളും അങ്ങ് പൊക്കോളാന്ന് പറഞ്ഞിട്ട് ആദർശ് അങ്ങ് പോയപ്പോഴത്തേക്കും നയന് പറഞ്ഞു മോളെ സൂക്ഷിക്കണം കേട്ടോ, ഞാൻ സൂക്ഷിച്ചോളാം. ഇപ്പൊ ചേച്ചിയുടെ ശരീരം സൂക്ഷിക്കേണ്ടത്. ഇങ്ങനെ അവിടെയും ഇവിടെയൊക്കെ ആദർശേട്ടൻ്റെ കൂടെ അലഞ്ഞു തിരിഞ്ഞ് നടന്നാൽ എങ്ങനെയാ ശരിയാവുന്നത്? അതൊന്നും കുഴപ്പമില്ല, ആദർശേട്ടനെ തന്നെ വിടാൻ എനിക്ക് പേടിയാ മോളെ. അതുകൊണ്ട് ആദർശേട്ടൻ്റെ കൂടെ ഞാൻ എപ്പോഴും കാണുന്നത്. ഏതായാലും ചേച്ചി ശരീരം സൂക്ഷിക്കണേ, സൂക്ഷിച്ചോളാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആദർശന്റെ കൂടെ നയനും അങ്ങ് പോവാണ് കേട്ടോ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ മുത്തശ്ശൻ ആരോ വിളിക്കുകയാണ് കേട്ടോ. ആരോ വിളിക്കുന്നതല്ല, ഏത് സമയം അവനൊരു കവചം ഒരുക്കി നിങ്ങൾ നടന്നോണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ ആദർശിനെ നോക്കാൻ വേണ്ടി കുറച്ചു പേരെ മുത്തശ്ശനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അവരെ വിളിച്ചിട്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ സംസാരിക്കുന്ന ആദർശിന്റെ മേലെ എപ്പോഴും ഒരു കണ്ണ് വേണമെന്ന്. അപ്പോഴത്തേക്ക് നമ്മുടെ മുത്തശ്ശി വന്നിട്ട് പറഞ്ഞു ദേ ആ കള്ളക്കടത്ത് സംഘം കൊണ്ടുവന്ന കാറിന്റെ ഡ്രൈവർ മരിച്ചല്ലോ, അയാളെ കൊന്നതാ. ആദർശിനിപ്പം ജ്വല്ലറിക്ക് പിന്നാലെ അല്ലേ, ഇനി അവനും എന്തെങ്കിലും ആപത്ത് ഉണ്ടാവുമോ? അവനൊരു ആപത്തും ഉണ്ടാവൂല്ലെന്നേ, നീ എന്തിനാ പേടിക്കുന്നത്? അവന്റെ കൂടെ എപ്പോഴും ആൾക്കാരുണ്ട്. അല്ല എന്നാലും ഒന്നും ചെയ്യാൻ മടിയില്ലാത്തവരല്ലേ എതിരാളികളൊക്കെ. ദേ അവൻ ഗൾഫിൽ പോയപ്പോഴുള്ള കാര്യമൊക്കെ അറിയാലോ, ഭാഗ്യത്തിനാ ജയിലിൽ കിടക്കാതെ രക്ഷപ്പെട്ട് ഇവിടെ വന്നത്. അവിടെ നിന്ന് അവനെ രക്ഷപ്പെടുത്താമെങ്കിൽ നമ്മുടെ ഈ നാട്ടിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റില്ലേ? ഈ നാട്ടിലെ ശത്രുക്കൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അല്ല പക്ഷെ ബോംബെ വെച്ച് മോനെ കിണിപ്പെടുത്തിയില്ലോ, അത് ഇദ്ദേഹത്തിന് തടയാൻ പറ്റിയില്ലല്ലോ. അതെ അതൊരു ചെറിയൊരു ഭ്രമം സംഭവിച്ചു, അതൊക്കെ ശരി, അത് ഞാൻ സമ്മതിക്കുന്നു. അല്ല എന്തായാലും എനിക്കൊരു സമാധാനവും കിട്ടുന്നില്ല. ഒന്ന് ദാമുവിനെ വിളിച്ച് എന്നിട്ട് അവിടുത്തെ കാര്യങ്ങൾ എന്തായെന്നൊക്കെ ഒന്ന് ചോദിക്കുക. തന്റെ ഒരു കാര്യം ഇത്രയും പേടിക്കല്ലേ താന്? ആദർശം നമ്മുടെ കൊച്ചുമോനല്ലേ, അവന്റെ ധൈര്യം അതെന്താണെന്ന് എനിക്കറിയാം. എന്നാലും താൻ പറഞ്ഞ സ്ഥിതിക്ക് ദാമുവിനെ വിളിക്കാൻ തുടങ്ങി ദാമുവിനെ വിളിക്കാൻ കേട്ടോ. അങ്ങനെ ദാമു ഫോൺ എടുത്തിട്ട് ഹലോ സാർ, എന്താ സാർ? അത് പിന്നെ വേറൊന്നും അല്ലടോ ഞാൻ വിളിച്ചത്, ഇവിടെ ഓരോരോ വാർത്തകൾ കേട്ടിട്ട് ആദർശിന്റെ മുത്തശ്ശിക്ക് സമാധാനം കിട്ടുന്നില്ല, അതുകൊണ്ടാ. അല്ല കള്ളക്കടത്ത് സ്വർണമായിട്ട് വന്ന ഡ്രൈവർ കൊല്ലപ്പെട്ടു, വിവരം അറിഞ്ഞിട്ട് ഇനിയിപ്പൊ ആദർശന് ഇതുപോലെ എന്തെങ്കിലും സംഭവിക്കുവോ ഉണ്ടാവോ എന്നൊക്കെയാണ് എന്റെ ഭാര്യയുടെ പേടി. അത് പിന്നെ ആദർശാറിന് അങ്ങനെയുള്ള ഭയമൊന്നുമില്ല സാറേ. അതൊക്കെ എനിക്കറിയാം, അവന് ഭയമൊന്നുമില്ല. അത് പിന്നെ സാറിന് ഞാൻ അങ്ങോട്ട് വിളിക്കണമെന്ന് ഓർത്തിരിക്കായിരുന്നു. ആ എലിസബത്ത് അവളുടെ സേവനം നിർത്തിയിട്ട് പോകാത്തത് ഭാഗ്യം. എന്തു പറ്റി? നയനമോളുടെ അമ്മ ഇവിടെ ഇടയ്ക്ക് വന്നിരുന്നു. അവള് സംശയിക്കുന്ന പോലെ ചില സംസാരങ്ങളൊക്കെ ഉണ്ടായി. അവള് കള്ളിയാണെന്ന് അറിയാൻ വേണ്ടി ചില കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യും. വളരെ മോശമായി പോയല്ലോടോ. അതെ സാറേ, ഏതായാലും അവൾ ഇട്ടെറിഞ്ഞിട്ട് പോകാത്തത് നന്നായി. സാറിനെ ഓർത്തിട്ട് മാത്രമാ കടുത്ത തീരുമാനമൊന്നും എടുക്കാതിരുന്നത്. അവളെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണം. ഇങ്ങനെയുള്ള സാഹചര്യത്തില് അവക്ക് നയനയ്ക്ക് ആരുടെയും സഹായമൊക്കെ ആവശ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ രണ്ടാളും അവിടെ ഉണ്ടെങ്കിൽ എനിക്കൊരു സമാധാനം ഉള്ളൂ ദാമു. പിന്നെ നയനമോള് അവിടെ ഇല്ലേ? ഇല്ല, നയനമോള് സാറിനൊപ്പം പുറത്തു പോയിരിക്കുക. ആയിക്കോട്ടെ, ഞാൻ ഇടയ്ക്ക് വിളിച്ചോളാം, എന്നാ ശരി എന്നൊക്കെ പറഞ്ഞ് ഫോണൊക്കെ കട്ട് ചെയ്തു. എന്നിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ മുത്തശ്ശിയോട് പറഞ്ഞു അവിടെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല, നീ ചുമ്മാ പേടിക്കണ്ട. പിന്നെ നയനയുടെ അമ്മ വന്നിട്ട് നമ്മുടെ എലിസബത്തിനെ ഒന്ന് സംശയിച്ചു.
അത് ഈ കാലത്ത് ഏതെങ്കിലും സ്ത്രീകൾ സമ്മതിക്കുവോ? അത് പിന്നെ കനക മോളുടെ മോന്റെ നല്ലതിനു വേണ്ടി ആയിരിക്കും അങ്ങനെയൊക്കെ ചെയ്തത്, അങ്ങനെ കരുതാം. എന്തായാലും എന്നെ ഓർത്ത് ദാമുവും എലിസബത്തും പെട്ടെന്നൊന്നും അവിടെ വിട്ടു പോകത്തില്ല. പിന്നെ നയനയെ ആദർശിനൊപ്പം പുറത്തു പോയിരിക്കാന്നാ പറഞ്ഞത്. നന്നായി റെസ്റ്റ് വേണ്ട സമയം ഇത്. വെറുതെ ഇങ്ങനെ കറങ്ങി നടക്കരുത്, താനൊന്ന് പറയണം. എനിക്ക് അത് പറയാൻ പറ്റില്ലല്ലോടോ, അതുകൊണ്ട് താൻ പറഞ്ഞേരെ. ഞാൻ പറയാന്നേ എന്നും പറഞ്ഞ് നമ്മുടെ മുത്തശ്ശി നേരെ നയനയെ ഫോൺ വിളിക്കാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ നയന ഫോൺ എടുത്തു. ഹലോ മുത്തശ്ശി, എന്താ മുത്തശ്ശി? എവിടെയാ മോള്? ഞാൻ ആദർശന്റെ കൂടെ യാത്രയില്ല. മോള് റെസ്റ്റ് എടുക്കുവാണോ അതോ കറങ്ങി നടക്കുവാണോ എന്ന് അറിയാൻ വേണ്ടിയാ ഞാൻ വിളിച്ചത്. അയ്യോ അത് പിന്നെ എന്തിനാ ഏത് നേരവും അവന്റെ ഒപ്പം കറങ്ങുന്നത് മോളെ? വീട്ടിലിരിക്കത്തില്ലേ? ഇപ്പൊ മോളെ നോക്കാൻ വേണ്ടി വീട്ടിൽ രണ്ടുപേരുണ്ടല്ലോ. അത് പിന്നെ ഇപ്പൊ എനിക്ക് കുഴപ്പമൊന്നും ഇല്ല മുത്തശ്ശി. ഇങ്ങനെ ഏതു നേരവും പുറത്തിറങ്ങി നടക്കുകയാണെങ്കിൽ കുഴപ്പമുണ്ടാകും. അതുകൊണ്ടാ ഒരിടത്ത് അടങ്ങിയിരിക്കണമെന്ന് ഞാൻ ഈ പറയുന്നത്. അത് പിന്നെ ഞാൻ ഉടനെ തന്നെ വീട്ടിലേക്ക് പൊക്കോളാം മുത്തശ്ശി. എന്നാ പിന്നെ ഒന്ന് ആദർശന്റെ കൈ കൊടുത്തേടി. ആദർശനോട് സംസാരിക്കാൻ എനിക്ക് കൊതിയ എന്ന് പറഞ്ഞു. അപ്പം മുത്തശ്ശി അല്ല നയന ആദർശന്റെ കൈ കൊടുത്തു. എന്നിട്ട് ഹലോ മുത്തശ്ശി എന്ന് ആദർശം ഇങ്ങനെ വെച്ചു കേട്ടോ, ചോദിച്ചു കേട്ടോ. അപ്പോഴത്തേക്കും അത് പിന്നെ മോനെ നീ എന്തെടുക്ക, നിനക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലെ? ആകെ മൊത്തം പേടിച്ചു വിറച്ചിരിക്കുകയായിരുന്നു ഞാൻ. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, നിനക്കൊപ്പം വന്ന മോള് താമസിക്കണം എന്നൊക്കെ വാശി പിടിച്ചത് മോളുടെ മനസമാധാനത്തിന് വേണ്ടിയാ. ആ നേരത്ത് അവളെയും കൊണ്ട് ഇങ്ങനെ ചുറ്റിക്കറങ്ങാൻ പാടില്ല കേട്ടോ. ഓഹോ, എന്റെ അന്വേഷണത്തിന് വേണ്ടിയല്ലേ അപ്പൊ വിളിച്ചത്? അല്ല, മോനോട് സംസാരിക്കണം എന്നുണ്ട്. എങ്കിലും നയനമോള് ഓർക്കുമ്പോ എനിക്ക് പേടിയാ. നല്ല റോഡിൽ കൂടെ വേണമൊക്കെ യാത്ര ചെയ്യാൻ കേട്ടോ. ആ അത് അത്രേ ഉള്ളൂ. അല്ല മുത്തശ്ശി അടുത്തുണ്ടോ? അദ്ദേഹം അടുത്തുണ്ടോ എനിക്ക് വിളിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് പേടിയാ അദ്ദേഹത്തെ. പിന്നെ മോനെ പ്രശ്നങ്ങളൊക്കെ ശരിയാവുമ്പോഴത്തേക്കും അദ്ദേഹം നിങ്ങളെ വിളിക്കുമായിരിക്കുന്നേ. നിങ്ങളെ കുറിച്ച് ഞാൻ പറയുമ്പോ ഒരേ കുറ്റപ്പെടുത്തലാന്നേ. എനിക്കറിയാം ആ സ്വഭാവമൊക്കെ മാറുമെന്ന്. എന്നെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കും. അതിന്റെ ഓട്ടത്തിലാ ഞാൻ. അങ്ങനെ ഓടുന്ന സമയത്ത് നയനമോളെ കൂടെ കൂട്ടണ്ടെന്നാ ഞാൻ പറഞ്ഞത്. കൂട്ടില്ലെന്നേ ഞാൻ പറഞ്ഞത് അവളോട്. പിന്നെ അവക്കൊരു സമാധാനം ഇല്ലാഞ്ഞിട്ടാ. ഏതായാലും ശരി മോനെ, ഫോൺ കട്ട് ചെയ്തോ എന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്തു. അപ്പോഴത്തേക്ക് നമ്മുടെ മുത്തശ്ശിനോട് പറഞ്ഞു, ഇദ്ദേഹം കാരണം ഇടയ്ക്കിടയ്ക്ക് കള്ളം പറയേണ്ട അവസ്ഥ എനിക്ക്. ഇദ്ദേഹത്തിന്റെ മുന്നിലേക്ക് തലയെടുപ്പോട് കൂടി വരുമെന്ന് ആദർശ് പറഞ്ഞിരിക്കുന്നത്. സത്യങ്ങളൊക്കെ തെളിയിച്ച് സത്യങ്ങളൊക്കെ പുറത്തു കൊണ്ടുവന്ന് അത് വേണം, അതെനിക്ക് കാണണം. അവൻ തോറ്റാല് ഞാൻ തോക്കുന്ന പോലെ അല്ലേടോ. അതുകൊണ്ട് അവന് ജയിച്ചു വരുന്ന എനിക്ക് കാണണം. നമ്മള് ഈ വീടിന്റെ പടി ഇറങ്ങി പോകുന്നതിന് മുമ്പ് ഈ വീടിന്റെ കാരണവന്മാരെ ഈ വീടിന്റെ ഉത്തരവാദിത്വവും കാരണവന്മാര് ഏൽപ്പിച്ച ബിസിനസ്സും എല്ലാം അത് ആദർശിനെ ഏൽപ്പിക്കണം. എന്റെ സ്ഥാനത്ത് അവൻ വേണം ഇത് പിന്തുടർന്ന് മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് എന്നൊക്കെ പറയാണ്. ഏതായാലും ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് നമ്മുടെ ഡേവിഡും നാഗേന്ദ്രനുമാണ്. അങ്ങനെ നാഗേന്ദ്രൻ പറയാണ് ഡേവിഡിനോട് കാര്യങ്ങളൊക്കെ കൃത്യമായും ഡീല് ചെയ്യണം. ഇങ്ങോട്ടേക്ക് വരുന്നത് ആരെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ അവരൊക്കെ നമ്മുടെ സ്റ്റാഫുകൾ കുറെ ഉണ്ടല്ലോ ഇവിടെ, അതുകൊണ്ട് അവരെ കാണാനാണെന്നേ കരുതത്തുള്ളൂ. ഏതായാലും നമ്മൾ നല്ല രീതിയിൽ തന്നെ സൂക്ഷിച്ച് നിൽക്കുന്നതായിരിക്കും നല്ലത്. അപ്പോഴത്തേക്കും അവിടെ നമ്മുടെ നാഗേന്ദ്രന്റെ മോളുണ്ട്, അവന്തികയുണ്ട്. അപ്പം അവന്തിക പറഞ്ഞു, അതെ ആരോ വിദഗ്ധമായിട്ട് നമ്മുടെ കോളുകൾ പിടിച്ച് എടുക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ നന്ദു നമ്മുടെ കള്ളക്കടത്ത് സംഘവും കാര്യങ്ങളൊക്കെ അറിഞ്ഞത്. അപ്പൊ ഡേവിഡ് പറഞ്ഞു, നമ്പർ ഹാക്ക് ചെയ്ത ആദർശിന്റെ പല നീക്കങ്ങൾ നമ്മൾ അറിഞ്ഞത്. ഇനിയിപ്പം നമ്മള് നല്ല രീതിയിൽ തന്നെ അവന്തിക മോള് പറഞ്ഞതുപോലെ മുന്നോട്ടേക്ക് പോണം, അതാ നല്ലത്. പിന്നെ അവൻ മറ്റൊരു സിം എടുത്തോ എന്നൊരു സംശയമുണ്ട് ആദർശ്. ഇനിയിപ്പൊ അവരും ശ്രദ്ധയോടുകൂടി തന്നെ ഡേവിഡ് കാര്യങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകത്തുള്ളൂ. അപ്പം നമ്മുടെ അവന്തിക പറഞ്ഞു, ഭയങ്കര നിരാശയിലാ നമ്മുടെ ആദർശും അതുപോലെ നയനയും ഒക്കെ എന്ന് നമുക്ക് തോന്നുന്നില്ലേ? അത് നിരാശയൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇടയ്ക്ക് അവർ സംസാരിക്കുന്നതൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട്. പുറത്തു നിന്ന് നഷ്ടപ്പെട്ട പ്രതാപം തിരിച്ചു പിടിക്കാൻ ആദർശേട്ടൻ ശ്രമിക്കുന്നതാണ് അമ്മാവനോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടത്. കേട്ടല്ലോ, അവൻ മാനസികമായിട്ട് തകർന്നെന്ന് നമ്മൾ വിചാരിച്ചത്. പക്ഷെ അവ പുറത്തു നിന്ന് എന്തെങ്കിലും അന്വേഷണം തുടങ്ങി കാണും. അപ്പൊ ഡേവിഡ് പറഞ്ഞു, അത് ഉറപ്പാ സാറേ. അവന്റെ അനിയത്തി ആ നന്ദു നമ്മളെ പൂട്ടാൻ ശ്രമിക്കുന്നുണ്ട്, അത് ഉറപ്പായ കാര്യം തന്നെയാണ്. അവളെ എന്റെ മോനെ ലോക്കപ്പിലിട്ട് തല്ലിച്ചതച്ചതാ എന്റെ ആദർശിനെ. അതൊക്കെ അവൻ മറന്നാലും എനിക്ക് മറക്കാൻ പറ്റത്തില്ല. അപ്പൊ അവധി പറഞ്ഞു, അവളുടെ ജോലി തെറിപ്പിക്കാൻ എന്താച്ചാ ഒരു മാർഗം? ഇപ്പൊ നമ്മുടെ മുമ്പിലുള്ളത് വിഷു ആണ്. വിഷു അതാണ് ഫോക്കസ് ചെയ്യേണ്ടത്. വിഷുവിനെ കസ്റ്റമേഴ്സിന് ഞെട്ടിക്കാൻ വേണ്ടിയാണ് കള്ളക്കടത്തിലെ സ്വർണങ്ങളൊക്കെ നമ്മൾ ഇങ്ങോട്ട് എത്തിച്ചത്. വമ്പിച്ച വിലക്കുറവിൽ പുതിയ ഷോറൂമിന് ഒരു ഓഫർ കൊടുക്കാന്നാ ഞാൻ വിചാരിച്ചത്. അങ്ങനെയാണോ അച്ഛൻ കരുതിയത്? ഞാൻ അങ്ങനെയാ കരുതിയത് മോളെ. സാരമില്ല, ഈ നഷ്ടം നമുക്ക് ഉള്ളതേ ഉള്ളൂ. രണ്ടും കൽപ്പിച്ചാ മോളെ ഈ അച്ഛൻ പുറപ്പെട്ടിരിക്കുന്നത്, ഇറക്കി തിരിഞ്ഞിരിക്കുന്നത്. ഇനി ഒരിക്കലും തോറ്റു പിന്മാറുന്ന പ്രശ്നമേ ഇല്ല.
മോളുടെ വിവാഹത്തിന് മുമ്പ് ഞാൻ ആഗ്രഹിച്ചതുപോലെ എല്ലാം നടക്കണം, എല്ലാം നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങണം. അല്ല, അച്ഛനും മോനും തമ്മിൽ കാണാൻ സമയമായോ? ഒരിക്കലും ഇല്ല. അഭിമോളെ പോലെ അല്ല, അവനെ എടുത്തു ചാട്ടം കുറച്ച് കൂടുതലാ. അതുകൊണ്ട് പെട്ടെന്നൊന്നും കാണണ്ട. ജ്വല്ലറി അവന്റെ അച്ഛന്റെ ആണെന്ന് അറിഞ്ഞാൽ പിന്നെ അവൻ കൂടുതൽ അങ്ങ് അഹങ്കരിക്കും. അതുകൊണ്ട് ഇപ്പൊ അത് വേണ്ട. അവൻ ഒരുപാട് കാര്യങ്ങൾ ഇനി പഠിക്കാനുണ്ട്, നന്നായിട്ട് പണി പഠിക്കണം. അതിന് കഴിവും പ്രാപ്തിയും വേണം. അങ്ങനെ കഴിവും പ്രാപ്തിയും വേണമെങ്കിൽ അവന് ഇപ്പം അവൻ നോക്കുന്ന ബ്രാഞ്ചിന്റെയും അതുപോലെ മറ്റു ബ്രാഞ്ചിന്റെയും മോളും ആയിട്ടിരിക്കുന്നിടത്തോളം സമയം അവനൊന്ന് പണിയൊക്കെ പഠിച്ച് സെറ്റപ്പ് ആവട്ടെ. നിങ്ങൾക്ക് കേരളം മുഴുവൻ ബ്രാഞ്ച് ഉണ്ടായിരിക്കണം. എന്റെ മക്കളായിരിക്കണം കേരളം മുഴുവൻ ഭരിക്കേണ്ടത്. സ്വർണത്തിന്റെ രാജാക്കന്മാരെ എന്റെ മക്കളായിരിക്കണം. ഏതായാലും ഇത് കഴിഞ്ഞ് നമ്മൾ കൊടുക്കുന്ന ഒരു തിരിച്ചടി ഉണ്ടല്ലോ മൂർത്തീസ് ജ്വല്ലറിക്ക്, അത് ഇതിലും വലുതായിരിക്കും. ഇപ്പൊ കണ്ടില്ലേ ഒരുത്തൻ മരിച്ചത്, അത് നമ്മൾ കാരണം തന്നെയാണല്ലോ. ഇനി നമ്മൾ തോൽപ്പിക്കാൻ ശ്രമിച്ചാൽ ആരെ ആയാലും നമ്മൾ തിരിച്ചടിച്ചിരിക്കും, നമ്മൾ തിരിച്ചു കൊടുത്തിരിക്കും. അതിനി മൂർത്തിക്കാണെങ്കിലും ആദർശനാണെങ്കിലും ആർക്കാണെങ്കിലും ആ വിധി തന്നെ ആയിരിക്കും. ഇതൊക്കെ കേട്ടിട്ട് ആവന്തിക്ക് ഇങ്ങനെ നിപ്പുണ്ട് കേട്ടോ. അതായത് ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാലേ നമ്മുടെ ആരെയാ, നവീനെയാണ്. അപ്പൊ നവീൻ ആകെപ്പാടെ തൊലഞ്ഞിരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ അവന്തികനെ കേട്ടേണ്ട അവസ്ഥയാ. അപ്പം അനിയോട് സംസാരിക്കുകയാണ്, നീ എങ്ങനെയെങ്കിലും പറഞ്ഞൊന്ന് ഒഴിച്ചു വിടണം എന്നൊക്കെയാ പറയുന്നത്. അബി എന്താ പറയുന്നത്, അല്ല അബിയോടല്ലാട്ടോ, സോറി, അനിയോട്. അപ്പൊ അനി പറയുന്നു വെച്ചാൽ ഞാൻ എങ്ങനെ ഇത് അവതരിപ്പിക്കുന്നത്, എനിക്ക് അങ്ങനെ അവതരിപ്പിച്ചാൽ എനിക്ക് കുശുമ്പും അസൂയൊക്കെ ആണെന്നല്ലേ ഓർക്കത്തുള്ളൂ നവീന എന്ന് പറയുമ്പോൾ അതൊന്നും സാരമില്ല, അങ്ങനെ ഓർക്കത്തൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ അങ്ങനെ ഓർക്കും. പിന്നെ നിനക്ക് അറിയാലോ എന്റെ മുറപ്പെണ്ണ, ഇനിയിപ്പൊ ഞാന് ഈ കല്യാണം വേണ്ട എന്നൊക്കെ ഇങ്ങനെയൊക്കെ നിർബന്ധം പിടിക്കുവാണെങ്കിൽ ഉണ്ടല്ലോ, ചിലപ്പോൾ എനിക്ക് അവളോടുള്ള ഇഷ്ടം കൊണ്ടാന്ന് പറഞ്ഞു ചിലപ്പോൾ അവളെ ഞാൻ കല്യാണം കഴിക്കേണ്ടി വരും. അല്ല അതിനിപ്പോ എന്താ, നിന്റെ മുറപ്പെണ്ണാണെങ്കിൽ നിനക്ക് കല്യാണം കഴിക്കത്തില്ലേ? എന്റെ പൊന്നും നവീനെ, എനിക്ക് അങ്ങനെ കല്യാണം കഴിക്കാൻ പറ്റില്ല. എന്റെ പെങ്ങളുടെ സ്ഥാനത്തല്ലേ ഞാൻ കാണുന്നത്. അതുപോലെ ഞാനും പെങ്ങളുടെ സ്ഥാനത്ത് തന്നെയാണ് കാണുന്നത്. എനിക്ക് എന്റെ പെണ്ണിനെ ഒഴിച്ച് ബാക്കി ആരെയും കല്യാണം കഴിക്കാൻ പറ്റത്തില്ല. എനിക്ക് അവളെ മാത്രം മതി. എങ്ങനെയെങ്കിലും ഡീല് ചെയ്യണം. നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ ഡീല് ചെയ്തോളാം. എന്റെ പെണ്ണിനെ എങ്ങനെയെങ്കിലും പെട്ടെന്ന് വിവരം അറിയിക്കണം എന്നൊക്കെ നമ്മുടെ നവീൻ പറയുന്നുണ്ട്. ഓരോ സമയം കഴിയും തോറും നമ്മുടെ അനിയുടെ ചങ്കിടിപ്പ് കൂടി വരിക. നവീനെങ്ങാനും ഇനി നന്ദുവിന്റെ മുമ്പിൽ ചെന്ന് പറയുമോ, നന്ദുവിന് നവീനെ ഇഷ്ടപ്പെട്ടു പോയാല് ഇനി എന്ത് ചെയ്യുന്നൊക്കെയാണ് നമ്മുടെ അനിയുടെ ഒരു ഇത് കേട്ടോ. ഏതായാലും ഈ സീനൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ നവീന് അവന്തികനെ കാണാൻ പോവാണ് കേട്ടോ. ഏതായാലും അതാണ് അടുത്ത സീന്. അങ്ങനെ നമ്മുടെ അവന്തിക നവീനോട് പറയാണ്, എനിക്ക് ഇതുപോലെ ഒന്ന് സംസാരിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാ പിന്നെ ഞാൻ വിളിച്ചപ്പോഴേ വന്നത്. അപ്പോഴത്തേക്കും ആണെങ്കിൽ നമ്മുടെ നവീന് മനസ്സിലായി നമ്മുടെ അവന്തികയ്ക്ക് ഇഷ്ടമാണ്. അപ്പൊ ഞാൻ എങ്ങനെ ഇനി മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ പറയും. കാരണം നവീനോട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. എനിക്ക് നവീനേട്ടനെ ഇഷ്ടമാണ്, നവീനേട്ടന്റെ ഈ ഒരു സ്വഭാവം, ക്യാരക്ടർ, നവീനേട്ടൻ അനന്തപുരി തറവാട്ടിലെ എല്ലാവരെയും കോടതി കയറ്റാതെ രക്ഷിച്ചില്ലേ ആ ഒരു സംഭവം, അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് എന്റെ മനസ്സിൽ തട്ടി. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് നവീനേട്ടനെ എന്ന് അവന്തിക പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെയൊക്കെ നമ്മുടെ നവീന് തിരിച്ച് വേണ്ട അല്ലെങ്കിൽ പിന്നെ ഇഷ്ടമല്ല എന്ന് പറയാൻ ഒരു മടി. എങ്ങനെ പറയും, ഇങ്ങനെ പറയുന്നൊരു പെങ്കൊച്ചിനോട് എങ്ങനെ പറയും? അതുകൊണ്ട് നമ്മുടെ നവീനൊന്നും പറയാനും പറ്റുന്നില്ല, ഒറ്റയടിക്ക് ഇഷ്ടമല്ലെന്ന് പറയാനും പറ്റുന്നില്ല. ഏതായാലും ഈ സമയത്ത് നമ്മുടെ അവന്തിക പറയുന്നുണ്ട്, നമ്മുടെ രണ്ടു കുടുംബവും പരസ്പരം അറിയാവുന്നത് കൊണ്ട് അതൊക്കെ ഒരു പ്ലസ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. മനസ്സിന് ഇഷ്ടപ്പെടാത്ത ആൾക്കാരാ വിവാഹാലോചനയായിട്ട് വരുന്നതെങ്കിൽ വേണ്ടാന്നേ ഞാൻ പറയത്തുള്ളായിരുന്നു. പക്ഷെ ഇതിപ്പോ ഇങ്ങനെയല്ലല്ലോ. പിന്നെ വീട്ടിലുള്ളവരുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ട് എന്റെ ജീവിതം ഹോമിക്കാൻ എനിക്കൊരു താല്പര്യമില്ല. അപ്പോഴത്തേക്കും നവീൻ ഇതൊക്കെ കേട്ടിട്ടിരുന്ന് ചിരിക്കുന്നുണ്ട്. ഏതായാലും നവീന്റെ മനസ്സിൽ വല്ല ലഡുവും പൊട്ടുവോ? ഇനിയിപ്പൊ നവീന് അവിടുന്ന് ഇഷ്ടം മാറി ഇങ്ങോട്ടേക്ക് മാറുമോ എന്ന് അറിയത്തില്ല. കാരണം അതുപോലെ നമ്മുടെ അവന്തിക സംസാരിക്കുന്നത് കേട്ടോ, അത്രയ്ക്ക് ഇഷ്ടമുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. അകപ്പെട്ട് തന്നെയാണ് ഇതൊക്കെ കേട്ടോണ്ടിരിക്കുന്നത്. ഈ വിവാഹം നടക്കാതിരുന്നാൽ അതെനിക്ക് വലിയൊരു ഷോക്കാകുന്നു അതിന്റെ കൂടെ പറയുക നമ്മുടെ അവന്തിക. പിന്നെ മറ്റൊരു മാരേജിനെ കുറിച്ച് ഞാൻ ചിന്തിക്ക കൂടിയില്ലെന്ന് അതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും മിളങ്ങസ്യാന്ന് പറഞ്ഞൊരു അവസ്ഥയായി പോയി നമ്മുടെ നവീന്. അപ്പൊ നവീൻ ഇങ്ങനെ ചിന്തിച്ചിരുന്നപ്പോഴത്തേക്കും നമ്മുടെ അവന്തിക ചോദിച്ചു, എന്താ ഈ ആലോചിക്കുന്നത്? ഒന്നുമില്ല, നവീനേട്ടൻ കുറച്ച് റിസർവ്ഡ് ആണെന്നൊക്കെ എനിക്കറിയാം. പഠിക്കുന്ന കാലത്തും അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ നവീനേട്ടന്. എനിക്ക് അത്ര ചെറുപ്പക്കാരെ തന്നെയാട്ടോ ഇഷ്ടം. നവീനേട്ടൻ എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നത്? ഞാൻ മാത്രമല്ല സംസാരിക്കുന്നത്. അത് പിന്നെ ഞാൻ എന്ത് പറയാനാ? കുറച്ചു നാളെ പ്രേമിച്ച് നടന്നിട്ട് കല്യാണം കഴിക്കുന്നതല്ലേ നല്ലത്. ഞാൻ പ്രേമിച്ചിട്ടൊന്നുമില്ലെന്നേ, അതുകൊണ്ട് നമുക്ക് കുറച്ചുനാള് പ്രേമിക്കായിരുന്നു. പക്ഷെ ഇതിപ്പം ചിങ്ങത്തിൽ കല്യാണം പറഞ്ഞിരിക്കുകയല്ലേ, അങ്ങനെയാണെങ്കിൽ കുറച്ച് നാളല്ലേ ഉള്ളൂ. കുറച്ച് നാളെങ്കിൽ കുറച്ച് നാള് നമുക്ക് ആ നിമിഷം അടിച്ചു പൊളിക്കണം. പിന്നെ ആലോചിച്ചപ്പം നല്ല നല്ല ബന്ധങ്ങൾ വരുമ്പം കാത്തിരിക്കുന്നത് ശരിയല്ലെന്ന് എനിക്ക് തോന്നി. അതങ്ങ് പെട്ടെന്ന് നടത്താണെങ്കിൽ അതല്ലേ നല്ലത്.
പിന്നെ എന്റെ ഏട്ടനെ അമ്മേനെ പോലും ഒന്നും എന്നെ കാണണ്ട കേട്ടോ. അവരെ പോലെ അല്ല ഞാന് എന്റെ മുത്തച്ഛന്റെ പാത പിന്തുടരുന്ന കൂട്ടത്തില്ല. എനിക്ക് എന്റെ മുത്തച്ഛനെയും മുത്തശ്ശിയൊക്കെയാണ് ഇഷ്ടം. പിന്നെ എനിക്ക് മനസ്സിലായി എന്നോട് എന്തൊക്കെയോ പറയണമെന്നൊക്കെ കരുതിയല്ലേ വിളിച്ചത്. എന്നെ നേരിട്ട് കണ്ടപ്പോ മറന്നുപോയി. എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അത് പിന്നെ ഒരു ജ്യൂസും കൂടി പറയട്ടെ? അയ്യോ വേണ്ട വേണ്ട, തണുപ്പേ എനിക്ക് അത്രയ്ക്ക് പിടിക്കത്തില്ല. പെട്ടെന്ന് പനി പിടിക്കുന്ന ടൈപ്പാ ഞാന്. ആണോ? അതേന്നേ. അല്ല, ഹണിമൂൺ ട്രിപ്പ് എവിടെയാ പ്ലാൻ ചെയ്യുന്നത്? എങ്ങോട്ട് പോകാനാ നവീനേട്ടാ ഇഷ്ടം? ഞാൻ പഠിച്ച സ്ഥലമായതുകൊണ്ട് അയർലൻഡിലേക്ക് പോയാൽ നല്ലതായിരിക്കും. എന്റെ കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ അവിടെ ഉണ്ട്. അപ്പോഴത്തേക്കും നവീൻ, അയ്യോ ഇവിടെ ഹണിമൂൺ വരെ പ്ലാൻ ചെയ്തിട്ട് കഷ്ടമാണോ എന്റെ ദൈവമേ എന്നിങ്ങനെ വിചാരിച്ചിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ അവന്തിക പറയാണ്, ഏതായാലും ഹണിമൂൺ ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് അയർലൻഡിലെ ആ ഒരു ഹണിമൂൺ കഴിഞ്ഞിട്ട് പിന്നെ ഫോറിൻ കൺട്രീസിൽ പോവാം. എന്തായാലും ഈ ഒരു മാസം ഈ കോടതിയും കേസൊക്കെ മാറ്റി വെക്കണം കേട്ടോ. എന്താ, നല്ലതല്ലേ? മാറ്റി വെക്കാം. നോക്കാം. അതെ, പിന്നെ നവീനേട്ടാ, എനിക്ക് 12 മണിക്ക് ഒരു ഫ്രണ്ടിനെ കാണാനുണ്ട്. അവളോട് ഞാൻ ഇങ്ങോട്ട് വരാൻ പറയട്ടെ? പരിചയപ്പെടുത്താം. അയ്യോ വേണ്ട. എന്നാ പിന്നെ ഞാൻ പൊക്കോട്ടെ നവീനേട്ടാ, അവളിപ്പോ എനിക്ക് കാണണം. എന്നാ പൊക്കോ എന്ന് പറഞ്ഞ് നമ്മുടെ അവന്തികനെ പറഞ്ഞു വിടുക. എന്റെ പൊന്നോ, നവീന് ഇഷ്ടമല്ലെന്ന് പറയാൻ വന്നതായിരുന്നു. ഏതായാലും പെട്ടൊരവസ്ഥയായി പോയി. അങ്ങനെ അനിയോട് വിളിച്ച് കാര്യങ്ങളൊക്കെ പറയാണ് കേട്ടോ. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്നൊക്കെ പറയാണ്. ഇനിയിപ്പോ എന്ത് ചെയ്യാനാണ്, എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്നൊക്കെ ഓർത്ത് നമ്മുടെ നവീൻ ഇങ്ങനെ ഇരിപ്പുണ്ട്. അപ്പൊ ഈ സീൻ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുക. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അടുത്ത വിശേഷമായിട്ട് വരാട്ടോ. ടാറ്റ, ബൈ ബൈ. ലൈക്ക് അടിക്കാൻ മറക്കരുതേ.